Hi, Namaste, welcome back to my channel WinTrader. ഇന്നത്തെ LNTയുടെ മൊമെന്റ് ആണ് കാണിക്കുന്നത്. അതായത് ഇന്ന് LNTക്ക് 3 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഒരു സെല്ലും അത് കഴിഞ്ഞൊരു ബൈയും പിന്നെ ഒരു സെല്ല്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ എൻട്രിയും എക്സിറ്റും റിവേഴ്സലും കാണിച്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് മോർണിംഗിൽ മൂവ്മെന്റ് വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് സ്കാനറിലൂടെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് ട്രേഡ് ചെയ്യും. ഇപ്പോൾ രാവിലെ ഒരു ട്രേഡ് മിസ്സാകാതെ നമുക്ക് കറക്റ്റ് മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനർ 1.1 എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് നല്ല ട്രെൻഡിങ് ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് മോർണിംഗിൽ തന്നെ കാണിച്ചു. ഇപ്പോൾ ബജാജ് ഫിനാൻസിൽ നല്ല സെല്ലാണ് നടക്കുന്നത്. അതേപോലെ നല്ല സെല്ലും ബൈയും സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ ബജാജ് ഫിനാൻസിന്റെ മൊമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ സെല്ല് വന്നു, സെല്ല് കൺഫേം ആയി, മാർക്കറ്റ് കുറച്ചൊന്ന് ഇറങ്ങി, തിരിച്ചൊരു ബൈ കൺഫേം ആകാതെ തിരിച്ചു കയറി, പിന്നെ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെല്ല് കൺഫേംഡ് ആണ്, നമുക്ക് മാർക്കറ്റ് ഇറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതേപോലെ നമുക്ക് കറക്റ്റായിട്ടൊരു ട്രെൻഡ് നമുക്ക് ഇതിലൂടെ ഇപ്പോൾ യൂറോ JPY അത് നല്ല ബൈ ട്രെൻഡാണ്. അദാനി എന്റർപ്രൈസ് ബൈ ആണ് കളിക്കുന്നത്, നല്ല ട്രെൻഡിങ് ബൈ, സ്ട്രോങ് ബൈ ആയിട്ട് കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അദാനി എന്റർപ്രൈസ് എടുത്ത് നോക്കി എത്ര 2 ദിവസമായിട്ട് ബൈ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സൈഡ് വേസ് ജസ്റ്റ് ഒന്ന് ഫോം ആവുന്നത്. നമുക്ക് നല്ലൊരു ബൈ നടക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അത് നമുക്ക് ട്രെൻഡിങ് സ്റ്റോക്കുകൾ നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ സ്കാനറിലൂടെ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ മൊമെന്റ് പിക്ക് ചെയ്ത് നമുക്കൊരു ട്രേഡ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ LNT എങ്ങനെയാണ് സോഫ്റ്റ്വെയർ പെർഫോമൻസ് കാണിച്ചെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ശ്രദ്ധിക്കാനുള്ള, ഇപ്പോൾ ഇത് കണ്ടോ ലേറ്റസ്റ്റ് സെല്ലാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ബൈ ഉണ്ട്, അതിന് മുമ്പ് സെല്ലുണ്ട്. പക്ഷേ ഈ സെല്ല് നമ്മൾ വ്യത്യാസം നോക്കി, ഇവിടെ കൺഫർമേഷൻ ഇല്ല. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് ഉണ്ടെങ്കിൽ താഴെ റെഡ് ഇല്ല. അതേപോലെ ക്യാൻഡിൽ കളറിന് റെഡ് ഇല്ല. ക്യാൻഡിൽ കളർ റെഡ് ആണെങ്കിൽ താഴെ റെഡ് നമുക്ക് വന്നിട്ടില്ല, മാച്ചിങ് അല്ല എന്ന് അർത്ഥം. അപ്പോൾ അത് കാരണം ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ബൈ വന്നപ്പോൾ ഇവിടെ കൺഫേംഡ് ആണ്. കാരണം ക്യാൻഡിൽ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്യാൻഡിൽ കളർ ഗ്രീനാണ്, താഴെ ഗ്രീനാണ്, പ്രൈസ് സോണും ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് നേരെ മാർക്കറ്റ് കയറി. അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ എക്സിറ്റ് ചെയ്യായിരുന്നു. അവിടെ തിരിച്ച് പിന്നെയും കയറാൻ ശ്രമിച്ചെങ്കിലും പിന്നെ നമുക്ക് സൈഡ് വേസ് കാണിച്ചിറങ്ങുമായിരുന്നു. സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ ബ്ലൂ കളർ ഹോളോ ക്യാൻഡിൽസ്, ഇതൊക്കെ സൈഡ് വേസ് ആണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് സിഗ്നൽ നമുക്ക് സോഫ്റ്റ്വെയർ തന്ന ശേഷം കൺഫർമേഷൻ സപ്പോർട്ട് ഒന്നിച്ച് ബ്രേക്ക് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് താഴ്ത്തിറങ്ങി. തിരിച്ച് പിന്നെ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് അടിച്ച് തിരിച്ച് കയറാൻ നോക്കി. പക്ഷേ നമുക്കൊരു ബൈ ട്രേഡ് പോയില്ല. നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. തിരിച്ച് മാർക്കറ്റ് പിന്നെയും ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നെക്സ്റ്റ് എൻട്രി ലെവലുണ്ട്. നമുക്ക് സപ്പോർട്ട് കട്ട് ചെയ്ത് പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ സോഫ്റ്റ്വെയർ ഇവിടെ റീ എൻട്രി ലെവലായിട്ട് നെക്സ്റ്റ് എൻട്രിക്ക് കാണിച്ചു തരും. ഓക്കെ, സിമ്പിളാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതിനകത്ത് ഗ്രീനും റെഡും അല്ലാതെ നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് സൈഡ് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെൻഡിൽ അതിൻ്റെ മൊമെന്റ് മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് മനസ്സിലാക്കാം. അപ്പോൾ ഒരു എൻട്രി മിസ്സാൻ നെക്സ്റ്റ് എൻട്രി എവിടെ നിന്ന് എടുക്കണം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ താഴത്തെ സോൺ നമുക്ക് ഗ്രീൻ ആക്കിന്നിടത്തോളം നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. അതേപോലെ നമുക്ക് ലൈവ് മാർക്കറ്റിലെ ഡെമോൺസ്ട്രേഷനായിട്ട് സോഫ്റ്റ്വെയർ നമ്മുടെ പെർഫോമൻസ് കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, അതേപോലെ ബെസ്റ്റ് സ്റ്റോക്ക് നമുക്ക് മോർണിംഗ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്കാനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ഡെമോൺസ്ട്രേഷനോടെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.